നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിവിരുദ്ധ പോരാട്ടവുമായി നാട്. പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി കവചം തീർക്കാമെന്ന പേരിൽ കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ജനകീയ മാധ്യമപ്രവർത്തനം നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. തീപിടുത്തമുണ്ടായത് ഇന്റിമേറ്റ് മാട്രിമോണി എന്ന സ്ഥാപനത്തിൽ. കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഗുരുവായൂർ ഭണ്ഡാരത്തിലെ തീപിടുത്തത്തിൽ കാര്യമായ നഷ്ടമില്ലെന്ന് ദേവസ്വം. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA. മന്ദലാകുന്ന ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഗ്രാമകത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായും ഭാരവാഹികൾ. അനധികൃത മദ്യവിൽപ്പന 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആർത്താറ്റ് കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവർ. വാർത്തകൾ വിശദമായി. കൈകോർക്കാം ലഹരിക്കെതിരെ. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ജനകീയ മാധ്യമ പ്രവർത്തനം നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ദൈവീകമായ ദൗത്യമേറ്റെടുത്തുകൊണ്ട് കുന്നംകുളം CCTV ജോൺസേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു ടീം സദാസമയവും ഈ കുന്നംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. ചൂണ്ടൽ സെന്റ് ജോസഫ് പ്രതിനിധി സിസ്റ്റർ മേഘ, CCTV ചെയർമാൻ KC ജോൺസൺ, ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, കേബിൾ ഓപ്പറേറ്റർമാരായ ബാബു പോൾ, AS പ്രസാദ്, ജനറൽ മാനേജർ സിൻഡോ ജോസ്, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PJ സ്റ്റേജു. സ്ത്രീകളെ നിങ്ങൾ ഉണരണം. മാനവസേവ മാധവസേവയാകണം. നമ്മുടെ പ്രദേശത്ത് ഈ സാധനം കൊണ്ടുപോകണം. അവിഹിതമായിട്ട് ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ നടക്കുമ്പോൾ എവിടുന്ന നീ വരണേ എന്ന് കൂട്ടമായിട്ട് ചോദിക്കാനും അവരെ ഇവിടുന്ന് തുരുത്താനും നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ CCTVയോടൊപ്പം എക്സൈസ് വകുപ്പിന്റെ ഒപ്പം ഇവിടുത്തെ നല്ലവരായ എല്ലാ മതവിഭാഗങ്ങളോടൊപ്പം മാനവസേവ മാധവസേവ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CCTVയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും 24 കേരള ബറ്റാലിയൻ NCCയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ, സെക്രട്ടറി MV സഞ്ജീവ്, ട്രഷറർ അജിത് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അധ്യാപകരായ അനു വിൻസെന്റ്, അൽഫീന പയസ്, വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി കവചം തീർക്കാം എന്ന പേരിൽ കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മുനിസിപ്പൽ തല ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി.
വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കുന്നംകുളം ACP CR സന്തോഷ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, ഡെപ്യൂട്ടി തഹസിൽദാർ തോംസൺ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രമൻ, PK ഷിബിർ, കക്ഷി നേതാക്കളായ ബിജു C ബേബി, KK മുരളി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PG ജയപ്രകാശ്, PI തോമസ്, KS രാജേഷ്, VG അനിൽ, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ കുന്നംകുളത്ത് കുറച്ച് കുറവാണ്. ഇതിന് ഡിമാൻഡും കൂടുതലാണ്, വിലയും കൂടുതലാണ്. കാരണം ഇവിടെയുള്ള സ്ഥിരമായിട്ട് ഇത് കൊണ്ടുവരുന്നവരെല്ലാവരും ഒരു 5-8 പേര് ജയിലിലാണ്. അതുകൊണ്ട് തന്നെ കുന്നംകുളം ഈ മേഖലകളിൽ വളരെ വില കൂടുതലാണ് ഇപ്പോൾ. അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ കുട്ടികൾക്ക് തോന്നും ചെയ്യും. കാരണം ബാംഗ്ലൂർ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയത് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം 8-9 വർഷം അതിനപ്പുറം കിടക്കാറില്ല സാധാരണ രീതിയിൽ. പിന്നെ തിരിച്ചുവരവും വളരെ ബുദ്ധിമുട്ടാണ്. തുടക്കം കാണുന്ന പല യോഗങ്ങളും പിന്നീട് അതിൻ്റെ ഊർജ്ജസ്വലത കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത്രയും യോഗങ്ങളുടെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് 100% വിശ്വാസതയുള്ളത്. കാരണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വാർഡിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ CDS ഭാരവാഹികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, അങ്കണവാടി ജീവനക്കാർ, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CPM വെള്ളാട്ടഞ്ഞൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. പുലിയന്നൂർ സെന്ററിൽ നടന്ന തെരുവോര ചിത്രരചന CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് EF യോഹന്നാൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, സാംസ്കാരിക പ്രവർത്തകൻ MGS നായർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, സുഭാഷ് തണ്ടിലം, DYFI ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, PS സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭണ്ഡാരത്തിലെ തീപിടുത്തം കാര്യമായ നഷ്ടമില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം. നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിന് തീപിടിച്ച സംഭവത്തിൽ കാര്യമായ നഷ്ടമില്ലെന്ന് ദേവസ്വം അറിയിച്ചു. കുറച്ച് നോട്ടുകൾക്ക് മാത്രമേ തീപിടുത്തത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ തീ കെടുത്താൻ വെള്ളം ഒഴിച്ചതോടെ നോട്ടുകൾ നനഞ്ഞിട്ടുണ്ട്. ഭണ്ഡാരം എണ്ണുമ്പോൾ സാന്നിധ്യം ഉണ്ടാകേണ്ട നിരീക്ഷകരെ വിളിച്ചു വരുത്തി തീ പടർന്ന ഭണ്ഡാരം തുറന്ന് പരിശോധിച്ചതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. നനഞ്ഞ നോട്ടുകൾ സ്വർണ്ണക്കോലം സൂക്ഷിക്കുന്ന മുറിയിൽ ഭദ്രമായി ഉണക്കാനിട്ടിട്ടുണ്ട്. ബാങ്ക് അധികൃതർ നാളെ എത്തി പരിശോധന നടത്തുമെന്നും ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. വെൽഡിങ്ങിനിടെയാണ് ഭണ്ഡാരത്തിലേക്ക് തീപ്പൊരി വീണ് തീ പടർന്നത്. കൊമ്പുകുലുക്കിയ കൊമ്പന്മാരെ മുട്ടുകുത്തിച്ച് കേരള പോലീസ്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ നടന്ന കേരള പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് കേരളത്തിന്റെ മഞ്ഞപ്പടയെ 1-3 ഗോളുകൾക്ക് കേരള പോലീസ് മുട്ടുകുത്തിച്ചത്. കുന്നംകുളം, മഞ്ചേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലായി നടക്കുന്ന കേരള പ്രീമിയർ ലീഗിന്റെ മത്സരങ്ങളുടെ ഭാഗമായാണ് ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സീനിയർ ഗ്രൗണ്ടിൽ കേരള പോലീസും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയത്. കളിയുടെ 20-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഹമ്മദ് ജാസിം പോലീസിന്റെ പ്രതിരോധത്തെ കീഴടക്കി ബോൾ വലയിലെത്തിച്ച് ടീമിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. എന്നാൽ കൃത്യം 20 മിനിറ്റ് പിന്നിട്ട് കളി 40-ാം മിനിറ്റിലേക്ക് കടന്നതോടെ കേരള പോലീസിന്റെ സുജിൽ ഗോൾ മടക്കിയതോടെ പകുതി സമയത്ത് ഇരു ടീമുകളും 1-1 എന്ന നിലയിലായിരുന്നു. രണ്ടാം പകുതിയുടെ 5-ാം മിനിറ്റിൽ തന്നെ പോലീസിന്റെ 10-ാം നമ്പർ താരം സജീഷ് മികച്ച ഗോളിലൂടെ ടീമിനെ മുന്നിലെത്തിച്ചു. 78-ാം മിനിറ്റിലും ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ പന്തെത്തിച്ച് സജീഷ് പോലീസിന്റെ ലീഡ് നില ഉയർത്തി. അവസാന വിസിൽ വരെ ഗോൾ തിരിച്ചടിക്കാൻ മഞ്ഞപ്പട കിണഞ്ഞു ശ്രമിച്ചെങ്കിലും പോലീസിന്റെ പ്രതിരോധത്തിന് മുന്നിൽ എല്ലാം നിഷ്ഫലമായി മാറുകയായിരുന്നു. വ്യാഴാഴ്ച നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് മത്സരത്തിൽ KSEBയും ദേവഗിരി സെന്റ് ജോസഫ് കോളേജും മാറ്റുരയ്ക്കും. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റിമേറ്റ് മാട്രിമോണി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച രാവിലെ 7:30 സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. തുടർന്ന് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന വിവരം അറിയിച്ചു. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, രേഖകൾ എന്നിവയ്ക്കെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ ML അഭിപ്രായപ്പെട്ടു.
മന്ദലാകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നിലവിലെ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും മതസൗഹാർദ്ദം തച്ചുതകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ കേരള ജനത ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അവിടെയാണ് മലയാളി മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നതിൻ്റെ മാതൃകാപരമായ ചിത്രങ്ങളുണ്ടാവും. ഇതിന്ന് നാടാകെ ഷെയർ ചെയ്യുന്നത്, ലോകമാകെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളായി മാറുക, എല്ലാവരുടെയും ഉത്സവങ്ങളായി മാറുക, കേരളീയന്റെ ഉത്സവമായി മാറുക. ബീച്ച് ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനും പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ അധ്യക്ഷനായി. പൊന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പൊന്നിയൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ MV ഹൈദരലി, പൊന്നിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK ഗോപി, MP ഇക്ബാൽ മാസ്റ്റർ, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പറും ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി കൺവീനറുമായ അസീസ് മന്ദലാകുന്ന് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VK ഇർഷാദ് നന്ദിയും പറഞ്ഞു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ആൽത്തറ തൈക്കോണ്ടോ അക്കാദമി ബഷീർ താമരത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൈക്കോണ്ടോ പ്രദർശനവും പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ്, മാജിക് ഡാൻസ് എന്നിവയുമുണ്ടായിരുന്നു. ഏപ്രിൽ 20 അവസാനിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൽ വിവിധ റൈഡുകൾ അടങ്ങിയ കാർണിവലും രാത്രിയിൽ സ്റ്റേജ് പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പുന്നൂർ എടക്കരയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. എടക്കര മുറാദ് വീട്ടിൽ മുഹമ്മദ് നിദാലിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ബാംഗ്ലൂരിലായിരുന്ന ഇയാൾ 2 ദിവസം മുൻപാണ് വീട്ടിലെത്തിയത്. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 4 വൈകിട്ട് 6:30 പ്രശസ്ത സിനിമാ നടൻ TG രവി നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ P കൃഷ്ണദാസ് അധ്യക്ഷനാകും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയാകും. തുടർന്ന് പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാടൻ മോക്ഷം എന്ന നാടകം അരങ്ങേറും. വെറും നാടകങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് ചിത്രകാരന്മാർ, ശില്പികൾ, വിവിധ മറ്റ് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഗ്രാമകം എന്ന് പറയുന്ന നാടകോത്സവം. 100-100-ലധികം വരുന്ന ചെറുപ്പക്കാരും അല്ലാത്ത പ്രായമുള്ള ആളുകളൊക്കെ കൂടി ചേരുന്ന വലിയ കൂട്ടായ്മയാണ്. അവരുടെ സ്വയം കായികമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രസീനിയം രീതിയിലുള്ള നാടക രീതി അല്ല, പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുള്ള നാടക അരങ്ങുകളാണ് ഇതിലിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. ഏപ്രിൽ 5 പഞ്ചമി തിയേറ്റേഴ്സിന്റെ പൊറാട്ട്, ഏപ്രിൽ 6 കലവറ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ക്രസൻ മൂൺ, ഏപ്രിൽ 7 7 മണിക്ക് എരമംഗലം CMM UP ഡ്രാമ ക്ലബിന്റെ മഴച്ചിറകുകൾ, 7:30 അന്തിക്കാട് നാടകവീടിന്റെ വെയ്രാജ വെയ് എന്നീ നാടകങ്ങൾ അരങ്ങേറും. ഏപ്രിൽ 8 വൈകിട്ട് 6:30 നടക്കുന്ന സമാപന സദസ്സ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാകും. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഗ്രാമകം പുരസ്കാര സമർപ്പണം നടക്കും. തുടർന്ന് UAE മലയാളി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ അവതരിപ്പിക്കുന്ന ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന നാടകം അരങ്ങേറും. നാടകോത്സവത്തോടൊപ്പം ചിത്രരചനാ ക്യാമ്പ്, അഭിനയ പരിശീലന കളരി എന്നിവ നടക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണദാസ്, കൺവീനർ BV സുധീഷ്, പ്രബലൻ വേലൂർ, N ബാബു എന്നിവർ പങ്കെടുത്തു.
കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് ഇറങ്ങി നിന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ പാടത്തിന് സമീപം ബുധനാഴ്ച കാലത്ത് 8 മണിയോടുകൂടിയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കോട്ടക്കലിലേക്ക് പോവുകയായിരുന്ന കോട്ടക്കൽ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് സമീപം സ്ഥാപിച്ച പരസ്യ ബോർഡിന്റെ തൂണിൽ കാർ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഗുരുവായൂർ നഗരസഭ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനവും നഗരസഭയുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന്റെയും ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനവും നഗരസഭ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്നു. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, എം ഷഫീർ, ബിന്ദു അജിത് കുമാർ, സായിനാഥൻ മാസ്റ്റർ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, ജനറൽ സൂപ്രണ്ട് അനിൽകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ റിസോഴ്സ് പേഴ്സൺമാർ, കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസിഡർമാർ, ഗുരുവായൂർ നഗരസഭയിൽ ചാർജുള്ള KDIS കോർഡിനേറ്റർ ജൂൽഫർ, മറ്റ് ജീവനക്കാർ, CDS മെമ്പർമാർ, വാർഡ് തല RPമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ദേശീയ നഗര ഉപജീവന ദൌത്യം സിറ്റി മിഷൻ മാനേജർ VS ദീപ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ആർത്താറ്റി കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാത്ത ഡ്രൈഡേയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് ഇവരും പിടിയിലായത്. പ്രകാശിന്റെ പക്കൽ നിന്ന് 2 ലിറ്ററും സുബീഷിന്റെ പക്കൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത്. ഡ്രൈഡേകളിൽ മേഖലയിൽ അനധികൃത വിൽപ്പന സജീവമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V ഗണേശൻ പിള്ള, ജിതിൻ, ശ്രീരാഗ്, സജീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വട്ടമ്പാടം മുതുവമ്മൽ കോൾപ്പടവ് കൊയ്ത്തുത്സവം നടന്നു. 110 ഏക്കർ കൃഷിയിടത്തിലാണ് കർഷകർ കൃഷി ഇറക്കിയത്. ചെറുവള്ളി പുഴയോരത്ത് നടന്ന ചടങ്ങ് നടനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ കോവലൻ അനുസ്മരിച്ച അദ്ദേഹം തട്ടകത്തിന്റെ പശ്ചാത്തലം പുഞ്ചകൃഷിയെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് മുഖ്യാതിഥിയായി. കോൾപ്പടവ് പ്രസിഡന്റ് KM മജീദ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ AS സുജീഷ്, സക്കീന മിൽസ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകർ, വനിതാ കർഷക, യുവ കർഷകൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി PA ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ താരിഖ് ഫൈസൽ നന്ദിയും പറഞ്ഞു. യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 14 വർഷവും 1 മാസവും കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. ഗുരുവായൂർ ആലുംപടി പോക്കാക്കില്ലത്തെ വീട്ടിൽ ഷഹസ് കരീമിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. രണ്ടാം പ്രതിയായ മുതുവട്ടൂർ തെരുവത്ത് വീട്ടിൽ തനൂഫ് കുഞ്ഞുമോൻ കോടതിയിൽ ഹാജരായില്ല. കുരഞ്ഞൂർ സ്വദേശികളായ മച്ചിങ്ങൽ വിഷ്ണു, പുഴങ്ങരയിലത്ത് ആഷിഖ്, കൊച്ചഞ്ചേരി അർസൽ, പാലിയത്ത് ഫിറോസ് എന്നിവരെ ഇരുമ്പുകത്തിക്കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് ശിക്ഷ. കുരഞ്ഞിയൂരിൽ കുട്ടികൾ കളിക്കുമ്പോൾ പ്രതികളുടെ ദേഹത്ത് പന്തു തട്ടിയത് സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണം. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന KA ഫക്രുദ്ദീൻ, ഗുരുവായൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടറും തൃശൂർ ക്രൈംബ്രാഞ്ച് DYSPയുമായ E ബാലകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ, ഷാജുകുമാർ, ലിജോ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. കോർട്ട് ലൈസൺ ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിന് സമീപം കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി 20 ലക്ഷം രൂപ ചെലവിട്ട് കലുങ്ക് നിർമ്മാണം തുടങ്ങി. റോഡരികിലെ വീട്ടുകാർക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്കും മഴക്കാലം തുടങ്ങിയാൽ ദുരിതം സൃഷ്ടിച്ച പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. വെള്ളക്കെട്ട് തലവേദനയായതോടെ കവാടത്തിന് സമീപം റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ ആൽമരം മുറിച്ചു മാറ്റിയിരുന്നു. ഇതിന്റെ വേരുകൾ വളർന്ന് കാനയിൽ അടഞ്ഞതാണ് കാരണം. എന്നാൽ പിന്നീടും വെള്ളക്കെട്ട് തുറന്ന സാഹചര്യത്തിലാണ് കലുങ്ക് നിർമ്മിച്ച് ഒലിച്ചെത്തുന്ന വെള്ളം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുവാൻ തീരുമാനിച്ചത്. ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ ക്ഷേത്ര കവാടം മുതൽ ക്ഷേത്രാങ്കണം വരെയുള്ള റോഡ് ടൈൽ വിരിച്ച് മനോഹരമാക്കുവാനും പദ്ധതിയുണ്ട്. ഇതിനായി 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എബിലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതകളും ശേഷികളും തിരിച്ചറിയുവാനും അർഹരായവർക്ക് പരിശീലനം നൽകുവാനുമാണ് ക്യാമ്പ് നടത്തിയത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾസിലെ വിദഗ്ധരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പിലൂടെ നടത്തി. റീഹാബിലിറ്റേഷൻ ഓഫീസർ VG നിരേഷ് രക്ഷിതാക്കൾക്ക് ക്ലാസ് നയിച്ചു. ചൊവ്വനൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സോഫിയ, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നത്. പൂരത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് കിഴക്കേ പന്നിശ്ശേരി അമൃതയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലമ്പൊലി പേരകം അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് നിലവിളക്ക് കൊളുത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്ര മൈതാനിയിൽ പ്രവേശിക്കുന്നിടത്ത് സെലക്സ് കമ്മിറ്റി സജ്ജമാക്കിയ കവാടത്തിന്റെ സ്വിച്ച് ഓൺ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി പ്രതിനിധി സിസ്റ്റർ മേഘ നിർവഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂരദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വാഗചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പുഷ്പാഞ്ജലികൾ, ശീവേലി, പറവയ്ക്കൽ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായി. മേൽശാന്തി വിഷ്ണു ജഗന്നാഥ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി. ഉച്ചയ്ക്ക് സംയുക്ത പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പിന് തുടക്കമായി. 6 മണിക്ക് വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം 8 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ തെയ്യം, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ക്ഷേത്രം ഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആകാശക്കാഴ്ചകൾ ആസ്വദിക്കുവാനും വാനനിരീക്ഷണത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കാനുമായി ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ കമ്മിറ്റിയും ചേർന്ന് താരാപദം ചേതോഹരം എന്ന പേരിൽ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു. കോട്ടപ്പടി ചൂൽപ്പുറം KC രാമൻ പാർക്കിൽ സംഘടിപ്പിച്ച വാനനിരീക്ഷണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് കുമാർ നക്ഷത്ര ക്ലാസ് എടുത്ത് ഉദ്ഘാടനം ചെയ്തു. KK ദിനേഷ് ചൂണ്ടലിന്റെ നേതൃത്വത്തിൽ സ്ലൈഡ് ഷോയും ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആകാശക്കാഴ്ചകളെ വളരെ അടുത്ത് കാണാനുള്ള അവസരവും ഒരുക്കി. ഗ്രന്ഥശാല പ്രവർത്തകൻ N നാരായണൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ പ്രസിഡന്റ് MA സുബിത അഷ്റഫ് സ്വാഗതവും വായനശാല സെക്രട്ടറി TS ഷെനിൽ നന്ദിയും പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിൽ തണ്ണീർ പന്തൽ സജ്ജമാക്കി. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ പന്തൽ ഉദ്ഘാടനം ചെയ്തു. വെയിലേൽക്കാതെ യാത്രികർക്ക് ബസ് കാത്തുനിൽക്കുവാനും വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ദാഹജലം നൽകുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് തണ്ണീർ പന്തൽ ഒരുക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ വിവിധ വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് തണ്ണീർ പന്തൽ ഒരുക്കിയത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യാനുലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, PM സുരേഷ്, PK ഷെബീർ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, കൗൺസിലർമാരായ ഗീത ശശി, രജി ബിജു, നഗരസഭ ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതുവിനെതിരെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് ഉത്തരവായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വനൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനത്തിനിരയായ സംഭവത്തിൽ കുന്നംകുളം കോടതിയിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിനാണ് നടപടി. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറായ KC സേതുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത 389 വകുപ്പ് പ്രകാരമാണ് കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 2023 ഫെബ്രുവരി 4 വൈകിട്ട് വീടിനു സമീപം നിൽക്കുകയായിരുന്ന ചൊവ്വനൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ലോക്കപ്പ് മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് സാരമായി പരിക്കേൽക്കുകയും കേൾവിശക്തിക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നതായും പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 5 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. ഈ കേസിൽ മൊഴി നൽകാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിരവധി തവണ സമൻസ് നൽകിയിട്ടും കോടതിയിൽ ഹാജരാകാതിരുന്നതിനാലാണ് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം കോടതി ഉത്തരവിട്ടത്. സുജിത്തിനുവേണ്ടി കുന്നംകുളം കോടതിയിലെ സീനിയർ അഭിഭാഷകനും
കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് CB രാജീവ് ഹാജരായി. മികച്ച യുവഗണിത ഗവേഷകനുള്ള കൈരളി പോസ്റ്റ് ഡോക്ടറൽ പുരസ്കാരം ബ്രഹ്മകുളം സ്വദേശി ഡോക്ടർ AS സുജേഷിന്. തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് സുജേഷ്. കാലിക്കറ്റ് സർവകലാശാല ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ K. പ്രീതിയുടെ കീഴിൽ ബയോമെഡിക്കൽ മേഖലയിൽ മെഷീൻ ലേണിംഗിലൂടെ നാനോ ഫ്ലൈഡിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള 2 വർഷം കാലാവധിയുള്ള പഠനത്തിനാണ് സുജേഷിന് അംഗീകാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് സുജേഷ് പുരസ്കാരം ഏറ്റുവാങ്ങി. ബ്രഹ്മകുളം അരീക്കര വീട്ടിൽ AR സുബ്രഹ്മണ്യന്റെയും ഗിരിജയുടെയും മകനാണ്. ഗുരുവായൂരിന്റെ കഥാകാരനും സാഹിത്യ ലോകത്തെ വേറിട്ട വ്യക്തിത്വവുമായ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 11ാം ചരമവാർഷിക ദിനത്തിൽ പുതൂർ അനുസ്മരണ സമിതിയും ഗുരുവായൂർ പൗരാവലിയും ചേർന്ന് അനുസ്മരണ സ്മരണാഞ്ജലി അർപ്പിച്ചു. പുതൂർ ഉണ്ണികൃഷ്ണന്റെ ഭവനത്തിലെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അലങ്കരിച്ചു വെച്ച ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ ലോകത്ത് നേരിന്റെ പാതയിലൂടെ വേറിട്ട ഒറ്റയാനായി നിലയുറപ്പിച്ച അനശ്വര പ്രതിഭയായിരുന്നു ഉണ്ണികൃഷ്ണൻ പുതൂരെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷനായി. ബാലൻ വാർനാട്ട്, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, വിജീഷ് മണി, ബിജു പുതൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. പെൺകുട്ടികളെ കാൽപന്ത് കളിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ ഗേൾസ് ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. അവധിക്കാലത്ത് കുട്ടികളുടെ ലഹരിയായി കായിക വിനോദങ്ങളെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് നിർവഹിച്ചു. സ്കൂളിലേക്ക് 10 ഫുട്ബോളുകൾ അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ ഫുട്ബോൾ താരം KP ശരത്ത് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് PA ദിനുദാസ് സ്വാഗതവും പ്രധാന അധ്യാപകൻ KS സജീവ് നന്ദിയും പറഞ്ഞു. കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. പാറമ്പാടം മാറ്റുപുറം റോഡിൽ OFC കേബിളുകൾ വലിക്കാനായി റോഡരികിൽ കുഴിയെടുത്തത് അപകട ഭീഷണിയാകുന്നു. യന്ത്രം ഉപയോഗിച്ചാണ് റോഡരികിൽ കുഴിയെടുത്തത്. എന്നാൽ കേബിളുകൾ ഇട്ട ശേഷം റോഡരികിലെ കുഴികൾ മണ്ണുകൊണ്ട് മൂടുക മാത്രമാണ് ചെയ്തത്. മഴയിൽ പലയിടത്തും താഴ്ന്നതോടെ റോഡരികുകൾ അപകട ഭീഷണിയായി മാറുകയാണ്. കേബിളുകൾ വലിക്കാൻ കുഴിയെടുത്തതിനിടെ ചിലയിടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പും പൊട്ടിയിരുന്നു. ഇവ കമ്പനിക്കാർ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി. റോഡരികിൽ കുഴിയെടുത്ത ഭാഗം കൃത്യമായി ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേവികൃഷ്ണയ്ക്ക് കളിക്കൂട്ടുകാരിയായി അമ്മു എന്ന ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച സ്റ്റൈജു മാസ്റ്റർ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജു വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആടിനെ സമ്മാനിച്ചത്. ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും തെരഞ്ഞെടുക്കപ്പെട്ട LP സ്കൂൾ വിദ്യാർത്ഥിക്ക് അവധിക്കാലത്ത് കളിക്കാനും ഓമനിക്കാനുമായി ഒരു ആട്ടിൻകുട്ടിയെ നൽകുന്ന പദ്ധതിയാണ് ദേവികൃഷ്ണയ്ക്ക് തുണയായത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ EV ദേവികൃഷ്ണയ്ക്കാണ് സ്റ്റൈജു മാസ്റ്റർ ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചത്. വിദ്യാലയാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ജെൻസി KS അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ M. പത്മിനി ടീച്ചർ ദേവികൃഷ്ണയ്ക്ക് ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചു. PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് വിജിത പ്രജി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ ഷേർലി P. ഉക്രു, അലൻ സ്ലൈബ, അനീജ TG, ബെൻസൺ ബാബു M, മെറീന തോമസ് V, ജെയ്സൺ തരകൻ എന്നിവർ പ്രസംഗിച്ചു. ജെറോം ജസ്റ്റിൻ സ്വാഗതവും അവധിക്കാലത്ത് ഓമനിക്കാൻ കിട്ടിയ ആട്ടിൻകുട്ടിയെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച് ദേവികൃഷ്ണ TV നന്ദിയും രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിലെ വിദ്യാർത്ഥിനിക്കും ആട്ടിൻകുട്ടിയെ സമ്മാനിക്കുമെന്ന് തൃശൂർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജു അറിയിച്ചു. ലഹരിക്കെതിരെ 108 വിദ്യാലയങ്ങളിൽ പുസ്തക ചങ്ങാത്തം, പക്ഷികൾക്കായി പാനസ്നാന ഭോജന വസ്തുക്കളുടെ വിതരണം തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ കരുണ നിറഞ്ഞ മനോഭാവം വളർത്തിയെടുക്കാൻ മാസ്റ്റർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. കടവലൂർ കൊളാഞ്ചേരി പാടശേഖരത്തിൽ നെൽകൃഷിക്ക് ഭീഷണിയായി മാലിന്യം തള്ളലിന് പരിഹാരം തേടിയുള്ള കർഷകരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സംസ്ഥാന പാതയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയില്ല. പഞ്ചായത്തിൽ പലതവണ പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെ പാടശേഖര സമിതി ഭാരവാഹികൾ ജില്ലാ ആസ്ഥാനത്തെത്തി കളക്ടറെ കണ്ട് നിവേദനം നൽകിയതോടുകൂടിയാണ് നിർദ്ദേശമുണ്ടായത്. മരാമത്തിന്റെ ഇലക്ട്രോണിക്സ് വിഭാഗമാണ് ക്യാമറ സ്ഥാപിക്കേണ്ടത്. ഇതിനായി പഞ്ചായത്ത് 3 ലക്ഷം രൂപ അനുവദിക്കുകയും 3 ആഴ്ച മുൻപ് അത് മരാമത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും എത്തിയില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പാടത്ത് ഓരോ വർഷവും വിളവ് കുറഞ്ഞു വരികയാണ്.
പാടത്തും അതിനോട് ചേർന്ന തോട്ടിലും രാസവസ്തുക്കൾ കലർന്ന മാലിന്യം തള്ളുന്നതാണ് പ്രധാന കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ നവീകരിച്ച ഇന്ദിരാഗാന്ധി ടൗൺ ഹാൾ നാടിനെ സമർപ്പിച്ചു. 70 ലക്ഷം രൂപ ചെലവിലായിരുന്നു ടൗൺ ഹാൾ നവീകരണം. കിച്ചൺ ബ്ലോക്ക്, പാർക്കിംഗ് ഗ്രൗണ്ട്, ചുറ്റുമതിൽ എന്നിവയെല്ലാം നവീകരണം നടത്തിയിട്ടുണ്ട്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യാതിഥിയായി. റിട്ടയർഡ് SI സുഭദ്രകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, A സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ KP റഷീദ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, എഞ്ചിനീയർ E ലീല എന്നിവർ സംസാരിച്ചു. അറിയിക്കേണ്ടതാണ്. അപ്പോൾ അറിയിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഒരിക്കലും പുറത്തുപോകാത്ത രീതിയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ചെയ്തു വരുന്നത്. മൂന്നാമത് ഓൾറെഡി അടിമപ്പെട്ട് ഉള്ളവരെ തിരിച്ച് നോർമലായിട്ട് ലൈഫിൽ തിരിച്ചങ്ങനെ കൊണ്ടുവരാനുള്ളതാണ്. അതിനായിട്ടുള്ള കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രൈവറ്റിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് സമൂഹത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നോക്കി ലഹരി എന്നുള്ളൊരു രീതിയെ കുറച്ച് മാറ്റാൻ സാധിക്കും. കാവേട് ശ്രീ ആളാങ്കുളം ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രം തന്ത്രി പ്രശാന്തിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, മലർ നിവേദ്യം, ഉഷപൂജ, വാഗച്ചാർത്ത് എന്നിവ നടന്നു. വൈകിട്ട് വിവിധ ദേശങ്ങളുടെ വരവ് പൂരങ്ങളുമുണ്ടായി. പിന്നീട് വിവിധ കമ്മിറ്റികളുടെ താളം വരവ് ആകർഷണമായി. ഉത്സവത്തിന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ PP അപ്പുകുട്ടൻ, KK അനിൽ, പ്രമോദ്, MC രമേശ്, ഗോപാലൻ കൊഴപ്പാമഠം, VP ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്ത് മാലിന്യമുക്ത ശുചിത്വ പ്രഖ്യാപന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബേൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KV അബ്ദുൾ റഷീദ്, രുക്മ്യ സുധീർ, SK ഖാലിദ് പനങ്ങാവിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS റെഡ്ഡി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ തത്സമയ പ്രഖ്യാപനം സംപ്രേഷണം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി അനിത രാമൻ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള അവാർഡ് പ്രഖ്യാപനവും അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. മികച്ച ഹരിത സ്വകാര്യ സ്ഥാപനമായി KP നമ്പൂതിരീസ് ഓഡിറ്റോറിയത്തിനെയും, മികച്ച വാർഡായി 14നെയും, മികച്ച റെസിഡന്റ് അസോസിയേഷനായി മന്ദാരത്തെയും, വായനശാലയായി പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, പൊതു ഇടമായി അണ്ടിക്കോട് കടവ്, വിദ്യാലയമായി ICA സ്കൂൾ, ഹരിതകർമ്മസേന കൂട്ടമായി തേജസിനെയും തെരഞ്ഞെടുത്തു. മാലിന്യമുക്ത ശുചിത്വ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ ബയോബിന്നുകളുടെ ഉദ്ഘാടനവും ഹരിതകർമ്മസേനാംഗങ്ങളുടെ യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. മാലിന്യമുക്ത സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുവളയന്നൂർ സ്കൂൾ കുട്ടികളുടെ ഫ്ളാഷ് മോബ്, കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരക്കളി, ശുചിത്വ പ്രതിജ്ഞ, നായരങ്ങാടി സെന്ററിലേക്ക് ശുചിത്വ സന്ദേശ ജാഥ എന്നിവയും നടന്നു. പഞ്ചായത്ത് മെമ്പർമാരും ജീവനക്കാരും പങ്കെടുത്തു. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഏകാദശാഭിഷേകം, കളഭാഭിഷേകം, കട്ടില സമർപ്പണം, നാഗപൂജ, ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, കറുപ്പ് സ്വാമിക്കും ഹിഡുംബൻ സ്വാമിക്കും പ്രത്യേക പൂജകൾ എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേളം, പ്രസാദകൂട്ട് എന്നിവയും വിവിധ കലാപരിപാടികളും നടന്നു. ശമ്പള പരിഷ്കരണത്തിന് സമയമായിട്ടും ഒരു കമ്മീഷനെ പോലും ഇതിനായി നിയോഗിക്കാത്തത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ലെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചാവക്കാട് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് VP ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MF ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം VK ജയരാജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. മഹിളാ വിഭാഗം സെക്രട്ടറി ഫെലീഷ്യ MI പുണ്ണി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലമന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീന്ദ്ര ബാബു, ഭാരവാഹികളായ തോംസൺ വാഴപ്പള്ളി, PI ലാസർ, P മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും കലശവും ഉപദേവ പ്രതിഷ്ഠകളും നടത്തി. ഏപ്രിൽ 28 മുതലാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശം തുടങ്ങിയത്. പ്രതിഷ്ഠാദിനമായ ബുധനാഴ്ച രാവിലെ 5:30 മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 9നും 10:30നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ, മഹാവിഷ്ണുവിന് പ്രസാദ പ്രതിഷ്ഠ,
നപുംസക ശിലാപ്രതിഷ്ഠ, വലിയ പാണി, ജീവകലശം, ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ എന്നീ ചടങ്ങുകൾ നടത്തി. ഇതോടൊപ്പം അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എന്നീ ഉപദേവന്മാരുടെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠയും നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകൾ, പ്രതിഷ്ഠാബലി, പ്രതിഷ്ഠ ദക്ഷിണയും നടത്തി. അയ്യപ്പക്ഷേത്രത്തിന്റെ നടശാല നിലവിളക്ക് സമർപ്പണം ഉണ്ടായി. നടശാല വടാശ്ശേരി ചന്ദ്രനും നിലവിളക്ക് തണ്ടേങ്ങാട്ടിൽ പുഷ്കരനുമാണ് സമർപ്പിച്ചത്. ചടങ്ങിൽ ക്ഷേത്രം മുഖ്യതന്ത്രി എം നാരായണൻ നമ്പൂതിരി, തന്ത്രിമാരായ സൂരജ് നമ്പൂതിരി, ഗിരീശൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ടു മുതൽ ദർശന പ്രാധാന്യമുള്ള സർപ്പബലി, അത്താഴ പൂജയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് PV വിജയൻ, സെക്രട്ടറി NR രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ ഫീസ് വർധനവ് ഉടൻ പിൻവലിക്കുക, ഭരണസമിതിയുടെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സിന്ധു അശോകൻ, ജനറൽ സെക്രട്ടറി ഷനിൽ, മണ്ഡലം സെക്രട്ടറി വിനീത് കുറുപ്പേരി, മണി കുറുപ്പൻ എന്നിവർ സംസാരിച്ചു. പുന്നിയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. മന്ദലാകുന്ന് സെന്ററിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയർമാൻ ബിനേഷ് വലിയകത്ത് നിർവഹിച്ചു. ചികിത്സാ ധനസഹായം ഖത്തർ മെമ്പർ KH നൌഷാദ്, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സെയ്ദലവി പടിഞ്ഞാറയിലിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ജനറൽ കൺവീനർ KH സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത്, 17ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, വൈസ് ചെയർമാൻ താച്ചു കരിയാടൻ, ജോയിന്റ് കൺവീനർ ഷിഹാബ് പുളിക്കൽ, ഷംറൂദ്, ഷഹീർ പടിഞ്ഞാറയിൽ, ഷിഹാബ് പടിഞ്ഞാറയിൽ, ഷഹദ്, കോൺഗ്രസ് മുൻ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അലി കർത്ത തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഇന്ത്യ കുന്നംകുളം മേഖലയുടെ നേതൃത്വത്തിൽ ട്രെൻഡ് സെറ്റേഴ്സ് ഏകദിന ടീനേജ് ക്യാമ്പ് സംഘടിപ്പിച്ചു. CSI പള്ളി വികാരി ഫാദർ KC ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തോമസ് മാത്യു അധ്യക്ഷനായി. ജോജോ C കുര്യൻ കോട്ടയം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ സംഗീതം, ഗ്രൂപ്പ് ചർച്ച, പ്രഭാഷണം എന്നിവയുണ്ടായി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മർത്തോമ പള്ളി വികാരി ഫാദർ സുനു ബേബി കോശി, ജോജു ജോസഫ്, ഡോക്ടർ സൂസൻ സ്വരൂപ്, CV ഷാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ദീപിക എക്സലൻസ് അവാർഡ് നേടിയ കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സനെ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് അനുമോദിച്ചു. ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരായ ജാനകി, ബാബു മാത്യൂസ്, മോഹൻ തോമസ്, അഖിൽ പോൾ, സാബു ജോർജ്, സാറ തോമസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രയത്നമാണ് ആശുപത്രിയുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നും തന്നെ അവാർഡിന് ഇതാണ് അർഹനാക്കിയതെന്നും ആശുപത്രി സെക്രട്ടറി KP സാക്സൻ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ CS സ്വാഗതവും രാജേഷ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. മീനഭരണി മഹോത്സവത്തിന് ക്ഷേത്രത്തിലെത്തിയവർക്ക് ദർശന വിരുന്നൊരുക്കി കണിക്കൊന്ന. പുന്നിയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ക്ഷേത്രത്തിലെ കണിക്കൊന്നയാണ് കാഴ്ചക്കാർക്ക് വിരുന്നായത്. ക്ഷേത്ര കവാടത്തിന് സമീപത്തുള്ള ആൽത്തറയിലാണ് കണിക്കൊന്ന മരം നിൽക്കുന്നത്. ചൊവ്വാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഉത്സവങ്ങൾ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തിയത്. ആഘോഷത്തിനെത്തിയവരിൽ ഭൂരിഭാഗം പേരും സ്വർണ്ണവർണ്ണമാർന്ന കണിക്കൊന്നയുടെ സൗന്ദര്യം ആസ്വദിച്ച് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയാണ് മടങ്ങിയത്. മരത്തങ്കോട് പുതിയമാത്തൂർ ചെറുമുക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം വ്യാഴാഴ്ച. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ഡബിൾ തായമ്പക എന്നിവ ഉണ്ടാകും. വൈകിട്ട് വിവിധ കലാപരിപാടികളുടെ അവതരണവും നടക്കും. എരുവപ്പെട്ടി മങ്ങാട് ചാത്തംകുളം തൂവാറയിൽ പുരാണ ഗുരുമുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ 13ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ഗോപുര കവാട സമർപ്പണം ഉണ്ടായി. വേലൂർ സുബ്രഹ്മണ്യൻ പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കാളകളി ആവേശം തീർത്ത് 7 വയസ്സുകാരി. കുണ്ടന്നൂർ തിരുത്ത് എരിഞ്ഞിക്കൽ ഭരണി വേലാഘോഷങ്ങളിൽ കൊരട്ടിയംകുന്ന് വിഭാഗത്തിന് വന്ന കാളകളി ആഘോഷത്തിനിടെയാണ് ഈ കൗതുകം ഉണ്ടായത്. അത്താണി സ്വദേശി തൈവളപ്പിൽ ബിജു ഗീത ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവളായ ദക്ഷയാണ് കാളകളിയിൽ പങ്കാളിയായത്. ചേച്ചി 10 വയസ്സുകാരി നൈനിക കാള കളിക്കുന്നത് കണ്ടാണ് പൂരത്തിന് വിരുന്നു വന്ന ദക്ഷ കാളകളിക്കായി ഇറങ്ങിയത്. കാഴ്ചക്കാർക്ക് കുരുന്നിന്റെ ആവേശം കൗതുകമായി.
ഗ്രഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. അഗതിയൂർ കുട്ടൻകുളങ്ങര പരേതനായ മാനുട്ടി മകൻ പ്രകാശനാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. ദിവ്യഭാര്യയും കീർത്തന മകളുമാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,510 രൂപ, സ്വർണം പവന് 68,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം ചാവക്കാട് മണത്തല ബേബി റോഡ് സെന്ററിൽ താമസിക്കുന്ന പരേതനായ കരിമ്പൻ വേലായുധൻ ഭാര്യ തിലോത്തമ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രേമ, പ്രദീപ്, പരേതനായ ബാബുരാജ്, ബീന, താര, സന്തോഷ്, ലിഗിലാൽ എന്നിവർ മക്കളാണ്. കാണിപ്പയൂർ മാളിയേക്കൽ ലീലാവതി അമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, പ്രേമകുമാരി, വിജയകുമാരി, വസന്തകുമാരി എന്നിവർ മക്കളാണ്. വയലത്തൂർ മദ്രസയ്ക്ക് സമീപം പരേതനായ അഴിയത്ത് കുഞ്ഞുമോൻ മകൻ വട്ടാത്ത് അബ്ദുൾ ജലീൽ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തറിൽ പ്രവാസിയായി വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സഫിയ ഭാര്യയും ജാനിഷ്, റുക്സാന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം മാർത്താറ്റ് കൂത്തൂർ വീട്ടിൽ ആൻഡ്രൂസ് ഭാര്യ റീജ നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ടെറീഷ്, ജെറീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ലഹരിവിരുദ്ധ പോരാട്ടവുമായി നാട്. പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി കവചം തീർക്കാം എന്ന പേരിൽ കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ജനകീയ മാധ്യമ പ്രവർത്തനം നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. തീപിടുത്തമുണ്ടായത് ഇന്റിമേറ്റ് മാട്രിമോണി എന്ന സ്ഥാപനത്തിൽ. കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഗുരുവായൂർ ഭണ്ഡാരത്തിലെ തീപിടുത്തത്തിൽ കാര്യമായ നഷ്ടമില്ലെന്ന് ദേവസ്വം. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA. മന്ദലാകുന്ന ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഗ്രാമകത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായും ഭാരവാഹികൾ. അനധികൃത മദ്യവിൽപ്പന 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആർത്താറ്റ് കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകളൊക്കെ സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.